തിരഞ്ഞെടുപ്പ് എടുത്താൽ നോട്ടീസ് വിതരണം ചെയ്യാൻ കാത്തിരിക്കുന്ന തിരഞ്ഞെടുപ്പ് പ്രചാരകരെ പോലെയാണ് ഇ.ഡി. ഇലക്ഷൻ പ്രഖ്യാപിച്ചാൽ ഡൽഹിയിലെ ഇ.ഡി. ആഫീസിൽ നോട്ടീസ് അച്ചടി തുടങ്ങും. ആർക്ക് കൊടുക്കണം, എപ്പോ കൊടുക്കണം എന്ന് താമര പാർട്ടിയുടെ ഓഫീസിൽ നിന്ന് നേരിട്ട് നിർദ്ദേശം കൊടുക്കും. നിർദ്ദേശം കിട്ടിയാൽ ഒട്ടും വൈകില്ല, അപ്പൊ തന്നെ വിതരണം ചെയ്യും. കഴിഞ്ഞ കുറച്ച് തിരഞ്ഞെടുപ്പുകളിലായി സ്ഥിരമായി നടക്കുന്ന ഡ്രാമയാണിത്. ഇക്കഴിഞ്ഞ പാർലമെന്റ് തിരഞ്ഞെടുപ്പ് സമയത്തും തോമസ് ഐസക് ആയിരുന്നു ഇവരുടെ ഇര. എന്നാൽ നോട്ടീസിനെതിരെ ഐസക് കോടതിയിൽ പോയപ്പോൾ ഇ.ഡിക്ക് മറുപടി ഉണ്ടായില്ല എന്ന് മാത്രമല്ല, നല്ല ഒന്നാം തരം തിരിച്ചടിയാണ് കോടതിയിൽ നിന്നുണ്ടായത്. കിട്ടിയ തിരിച്ചടിയിൽ നിന്ന് പാഠം പഠിക്കാതെ വീണ്ടും സ്ഥിരം പല്ലവിയുമായി ഇറങ്ങിയിട്ടുണ്ട്. ഫെമ ചട്ടലംഘനം ചൂണ്ടിക്കാട്ടിയാണ് ഇ.ഡി. മുൻ മന്ത്രി ഡോക്ടർ തോമസ് ഐസക്കിനും കിഫ്ബി ഉദ്യോഗസ്ഥർക്കും കിഫ്ബി ചെയർമാൻ എന്ന നിലയ്ക്ക് മുഖ്യമന്ത്രിക്കും നോട്ടീസ് അയച്ചത്. ഐസക് ആവർത്തിച്ച് പറയുന്ന ഒരു കാര്യമുണ്ട്: റിസർവ് ബാങ്കിന്റെ നിയമങ്ങൾ ലംഘിച്ച് ഒരു കാര്യവും ചെയ്തിട്ടില്ല. മസാല ബോണ്ട് ഇറക്കിയത് RBIയുടെ അനുമതിയോടെയാണ്. കഴിഞ്ഞ തവണ ഇ.ഡി. നോട്ടീസ് അയച്ചപ്പോൾ തന്നെ വ്യക്തമാക്കിയ കാര്യമാണിത്. ഇ.ഡി. പറയുന്നത് പോലെ നിയമലംഘനം നടത്തിയെങ്കിൽ കഴിഞ്ഞ തവണ എങ്ങനെയാണ് ഇ.ഡിക്ക് കോടതിയിൽ തിരിച്ചടി ഉണ്ടായത്? നോട്ടീസ് അയക്കുന്നു എന്നതിനപ്പുറത്തേക്ക് എന്തിന് ഹാജരാകണമെന്ന് കോടതിയിൽ പോലും ബോധ്യപ്പെടുത്താൻ ഇ.ഡിക്ക് കഴിഞ്ഞിട്ടില്ല. അപ്പോൾ പിന്നെ ഉദ്ദേശം ഒന്നേയുള്ളൂ: തിരഞ്ഞെടുപ്പിൽ BJPക്ക് രാഷ്ട്രീയ ലാഭം ഉണ്ടാക്കാൻ എന്തെങ്കിലുമൊക്കെ പുകമറ സൃഷ്ടിക്കണം. ഇ.ഡി. ഒരു കാര്യം മനസ്സിലാക്കണം: കേരളം ഇതൊക്കെ കാണുന്നുണ്ട്, മനസ്സിലാക്കുന്നുമുണ്ട്. പുച്ഛത്തോടെ അല്ലാതെ ഈ നീക്കങ്ങളെ കേരളം കാണുന്നുമില്ല. ഇ.ഡി. പാദസേവ തുടർന്നോളൂ. കേരളം രാഷ്ട്രീയ പോരാട്ടം തുടരും.